ക്രിസ്മസ് കാലത്തിലേക്ക് നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടി പ്രവേശിക്കുകയാണ്. ക്രിസ്മസിനെ കുറിച്ച് ധാരാളം പ്രശസ്തമായ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ചെറുപ്പം മുതൽ കേൾക്കുകയും ചെറുപ്പത്തിൽ പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കഥയാണ്. പ്രശസ്ത റഷ്യൻ സാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയുടെ പാപ്പാ പാനോവിൻ്റെ പ്രത്യേക ക്രിസ്മസ് എന്ന കഥ. അതിലൂടെ മനോഹരമായ ഒരു ദൈവ ചിന്തയാണ് ലിയോ ടോൾസ്റ്റോയ് നമുക്കായിട്ട് തരുന്നത്. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, പാപ്പാ പാനോ എന്ന് പറയുന്നത് റഷ്യയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരു ചെരുപ്പ് കുത്തിയാണ്. അയാളുടെ ഭാര്യ മരിച്ചുപോയി, മക്കളെല്ലാം വലുതായി, അവരാരും കൂടെയില്ല, ഒറ്റയ്ക്കാണ്. ഒരു ക്രിസ്മസ് തലേന്ന് ഈ മനുഷ്യൻ കുടുംബ ബൈബിൾ എടുത്ത് വായിച്ചു തുടങ്ങി. ഈശോയുടെ ജനനത്തെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വായിച്ചു തുടങ്ങി. അങ്ങനെ വായിച്ച് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഏതായാലും അന്ന് രാത്രി കടന്നുറങ്ങിയപ്പോൾ അദ്ദേഹത്തിനൊരു സ്വപ്നം ഉണ്ടാവുകയാണ്. ഈശോ അദ്ദേഹത്തോട് പറയുന്നു, ഞാൻ നിന്നെ നാളെ കാണാൻ വരും, ഞാൻ നാളെ നിന്നെ സന്ദർശിക്കും. അപ്പൊ വലിയ സന്തോഷമായി പാപ്പാ പാനോവിന്. അദ്ദേഹം വലിയ ഉത്സാഹത്തോടു കൂടി രാവിലെ എഴുന്നേറ്റ് വീടെല്ലാം വൃത്തിയാക്കി അങ്ങനെ കാത്തിരിക്കുകയാണ്. ഈശോ വരുമല്ലോ. വഴിയിലോട്ട് കണ്ണും നട്ടിരിക്കുകയാണ്. രാവിലെ ഭക്ഷണം ഉണ്ടാക്കി, ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി, അങ്ങനെ കാത്തിരിക്കുകയാണ്. അതിരാവിലെ അദ്ദേഹം എഴുന്നേറ്റ് വഴിയിലോട്ട് കണ്ണും നട്ടിരുന്നപ്പോഴത്തേക്കും അയാൾ കാണുന്നത് അതിരാവിലെ എഴുന്നേറ്റ് റോഡുകൾ വൃത്തിയാക്കുന്ന ഒരു മനുഷ്യൻ, ഒരു തൊഴിലാളി. അതിരാവിലെ നല്ല കടുത്ത തണുപ്പാണ്. റഷ്യയിലെ തണുപ്പെന്ന് പറഞ്ഞാൽ വലിയ തണുപ്പാണ്. ആ തണുപ്പത്ത് റോഡ് വൃത്തിയാക്കുന്ന ആ മനുഷ്യനെ കണ്ടപ്പോൾ പാനോവിന് ആകപ്പാടെ സങ്കടമായി. അദ്ദേഹം ആ മനുഷ്യനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നല്ല ഒരു ഗ്ലാസ് ചൂട് കാപ്പി അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ കാപ്പിയെല്ലാം ഊതി കുടിച്ച് അയാള് വളരെ സന്തോഷമായിട്ട് അയാൾ മടങ്ങിപ്പോവുകയാണ് ജോലി ചെയ്യാൻ. അയാൾക്ക് വലിയ സന്തോഷമായി. അയാൾ ഒത്തിരി നന്ദിയൊക്കെ പറഞ്ഞു പാപ്പാ പാനോവിന്. അയാൾ ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യനാണ് വിളിച്ച് കാപ്പി തന്നു. അങ്ങനെ വീണ്ടും ഇദ്ദേഹം കാത്തിരിക്കുകയാണ്. ഈശോ വരുമെന്നല്ലേ പറഞ്ഞത്, വരുമായിരിക്കും. വലിയ ഉത്സാഹത്തോടുകൂടി കാത്തിരുന്നപ്പോ കുറെ അങ്ങനെ കണ്ണു നട്ടിരിക്കുമ്പോഴാണ് ഒരു പാവപ്പെട്ട സ്ത്രീ, ഒരു വളരെ ചെറുപ്പക്കാരിയാണ്, പക്ഷെ അവളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ പ്രായമായതുപോലെ തോന്നും. അങ്ങനെ വളരെ പരിക്ഷീണയായ മുഖഭാവത്തോടു കൂടിയുള്ള ചെറുപ്പക്കാരിയായ ഈ പെൺകുട്ടി, അവൾക്ക് ഒരു കൊച്ചു കുഞ്ഞുണ്ട്. ഒരു കുഞ്ഞിന്റെ കൈയും പിടിച്ചാണ് വരം. ഒരു സിംഗിൾ മദർ ആയിരിക്കാം. അങ്ങനെ കൊച്ചിനുമായിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇയാൾക്ക്, ഈ പാനോവിന് അവരെ കണ്ടിട്ട് ഭയങ്കര സങ്കടം വന്നു. അവരെയും വിളിച്ചിരുത്തി കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരോട് നല്ല വർത്താനമൊക്കെ പറഞ്ഞ് അവരെ കൊച്ചിന് ഒരു പെയർ ഏറ്റവും പുതിയ അയാൾ ഉണ്ടാക്കിയെടുത്ത ഏറ്റവും നല്ല മനോഹരമായ ഷൂസും സമ്മാനമായിട്ട് കൊടുത്ത് പറഞ്ഞു വിടുകയാണ്. അയാൾ വീണ്ടും കാത്തിരിപ്പ് തുടരുകയാണ്. കാരണം ഈശോ വരുന്നില്ല. വൈകുന്നേരമായപ്പോൾ അയാൾ വഴിയിലേക്ക് നോക്കിയപ്പോൾ അവിടെ മുഴുവൻ ഭിക്ഷക്കാരും പിന്നെ അയൽവാസികളൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞു. അവിടെ ഇങ്ങനെ ഈശോയെ കാണുന്നില്ല. അയാൾ പിന്നെ എന്ത് ചെയ്തു? ഈ വരുന്ന ഭിക്ഷക്കാർക്കെല്ലാം ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ സന്തോഷമായിട്ട് അങ്ങനെ അവരെ എല്ലാവരെയും പറഞ്ഞു വിട്ടു. രാത്രി വളരെ വൈകിയും അയാൾ കാത്തിരുന്നു, ഈശോ വന്നില്ല. പക്ഷെ അന്ന് രാത്രി കടന്നുറങ്ങിയപ്പോൾ അയാൾ ഒരു ശബ്ദം കേൾക്കുകയാണ്, ഞാൻ വന്നായിരുന്നു, നീ എന്നെ കാര്യമായി സൽക്കരിച്ചു. ഞാൻ തണുത്തവനായിരുന്നു, നീ എനിക്ക് ചൂട് കാപ്പി തന്നു. ഞാൻ വിശക്കുന്നവനായിരുന്നു, നീ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ അലഞ്ഞു നടക്കുന്നവനായിരുന്നു, നീ എനിക്ക് അഭയം നൽകി എന്നൊക്കെ പറഞ്ഞ് കർത്താവ് ഈ പാപ്പാ പാനോവിന് വലിയ സന്തോഷത്തോടെ ഒരു സന്ദേശം നൽകുകയാണ്. നീ ഇന്ന് സൽക്കരിച്ചവരെല്ലാം ഞാൻ തന്നെയായി. അതാണ് പാപ്പാ പാനോവ് പറഞ്ഞു തരുന്നത്. ലോകത്ത് എവിടെയെല്ലാം ക്രൈസ്തവ സന്ദേശം പ്രഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം മനുഷ്യൻ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്.
കാരണം കാരുണ്യം പ്രവർത്തനങ്ങൾ ചെയ്യാതെ ഒരിക്കലും ഒരുത്തനും ക്രിസ്ത്യാനിയായി ജീവിക്കാൻ സാധിക്കില്ല. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ. അങ്ങനെ ഇതെല്ലാം വരുന്നത് ഈ ക്രൈസ്തവ സന്ദേശവുമായിട്ട് അവിഭാജ്യമായി ഈ കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോ നമ്മളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. പുൽക്കൂട്ടിൽ പിറക്കുന്ന അനേകം വ്യക്തികളിൽ ഈശോയെ കാണാൻ, അവരെല്ലാം സ്നേഹിക്കാൻ. പുൽക്കൂടെന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുടെ പ്രതീകമാണ്. കാരണം ഒരു സാധാരണ കുടുംബത്തിന്റെ സുരക്ഷിതത്വം ഒന്നുമില്ലാതെ പുൽക്കൂട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടവനായിട്ട് ജനിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ സന്ദേശമാണ്. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവരില്, ആരുമില്ലാത്തവരിൽ, ഫ്രാൻസിസ് പാപ്പായുടെ ഭാഷയിൽ അരികുകളിൽ കഴിയുന്നവരിൽ, അരികുകളിൽ ആയിരിക്കുന്നവരിലൊക്കെ ഈശോയെ കാണാൻ നമുക്കൊരു പ്രചോദനം നൽകുന്നതാണ് ഒരു ക്രിസ്മസ്.